ഹലോ ഗൈസ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ചെമ്മീൻ പൊരിച്ചതാണ്. അപ്പോൾ നമ്മൾ ഉടലോടെയുള്ള ആ ചെമ്മീൻ അങ്ങനെ പാടെ തന്നെ നിരത്തി പൊരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ സൈഡിലുള്ള വാലെല്ലാം കട്ട് ചെയ്തിട്ടുള്ള ആ തലയുടെ കൊമ്പൊക്കെ ഞാൻ കളഞ്ഞിട്ടുള്ള രീതിയിലാണ് അതിന് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ജസ്റ്റ് നാരങ്ങയൊക്കെ പിഴിഞ്ഞ് വെച്ചാൽ കുറച്ചും കൂടി പുളിയോട് ചേർന്നിട്ടുള്ളൊരു ടേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് കാരച്ചെമ്മീൻ വേണം. ഇപ്പോൾ എൻ്റെ അടുത്ത് 4 ചെമ്മീനുള്ളൂ. 4-5 എണ്ണം കൊണ്ട് ഒരെണ്ണത്തിന് ഇത്തിരി ലുക്ക് കുറവായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത്. അപ്പോൾ നമുക്ക് അവന്മാരെ നടുക്കത്തെ തൊണ്ടൊന്ന് കളഞ്ഞിട്ട് ക്ലീനാക്കി എടുക്കാം. തലയുടെ അവിടെയുള്ള കുറേ നീണ്ടു നിച്ച സാധനങ്ങളെല്ലാം കട്ട് ചെയ്ത്, അതുപോലെ വയറിൻ്റെ ഒക്കെ അവിടെ നിന്ന് സാധനങ്ങളും എല്ലാം മാറ്റിയിട്ടുണ്ട്. പിന്നെ ആ നടുവിന് ഒരു റബ്ബർ ഒരു സാധനമുണ്ട്, നമുക്കത് കീറുമ്പോൾ കാണാൻ പറ്റും. അത് ഞാൻ മാറ്റിയിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന്. അങ്ങനെ നമ്മൾ 5 സുന്ദരക്കുട്ടപ്പന്മാരെ ചെറുതിൽ നിന്ന് വലുതിലേക്ക് അല്ലെങ്കിൽ വലുതിൽ നിന്ന് ചെറുതിലേക്ക് എന്ന ക്രമത്തിൽ നമ്മൾ അവന്മാരെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇവന്മാരുടെ ഉള്ളിലേക്ക് നമുക്കൊരു ടൂത്ത് സ്റ്റിക്ക് കുത്തി വെക്കാം. വേറെ ഒന്നുമില്ല, എൻ്റെ അടുത്ത് ഈർക്കിലിയിൽ വേറെ സ്റ്റിക്കൊന്നുമില്ല. അപ്പോൾ എൻ്റെ അടുത്ത് ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഉള്ളത് കൊണ്ട് നമുക്ക് അവന്മാരെ നേരേക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ ഈ സ്റ്റിക്ക് എടുത്തത്. പക്ഷേ എത്ര നന്നാവുമെന്ന് വിചാരിച്ചാലും നന്നാകാത്ത ചില സാധനങ്ങളുണ്ടാവുമല്ലോ, എത്ര നമ്മൾ നേരാക്കിയാൽ നോക്കാമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളൊരു ചെമ്മീനായിരുന്നു ഈ ചെമ്മീനത്. വഴിയെ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും. അതിനെ നമ്മൾ നേരെയാക്കാൻ നോക്കിയാലും അതതിൻ്റെ സ്വഭാവം പോലെ വളഞ്ഞേ ഇരിക്കുള്ളൂ. അപ്പോൾ ഞാൻ 2 വടി അപ്പുറം ഇപ്പുറം നിർത്തി കുത്തി വെച്ചിട്ടുള്ളതാണ് അവനെ. ഇനിയിപ്പോൾ നമുക്ക് ബാക്കിയുള്ളതിലും ഇതേപോലെ ഒന്ന് നേരാക്കിയെടുക്കാം. അങ്ങനെ ഞാൻ 5 ചെമ്മീത്തിനെ ഞാൻ നേരാക്കിയിട്ടുണ്ട്. ഇനി ഇതിൽ മസാലയിലേക്ക് കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, പിന്നെ ഒരു 2-3 ഇതള് വേപ്പില, അതെല്ലാം കൂടി ഞാൻ ഇടിക്കലിൽ ചതച്ചിട്ട് അതും, പിന്നെ ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കളറിന് കാശ്മീരി ചില്ലി പൗഡറും. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ മൈദപ്പൊടിയും ഇട്ട് കൊടുത്തു. പിന്നെ ഈ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു. അതെന്തിനാണെന്ന് വെച്ചാൽ ആ മസാല ഒന്ന് മിക്സ് ചെയ്ത് ആ ഒരു പേസ്റ്റ് രൂപത്തിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ നമ്മുടെ പേസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചെമ്മീത്തിലേക്ക് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. അങ്ങനെ തിരിച്ചും മറിച്ചും എല്ലാ ചെമ്മീത്തിലിട്ട് ഞാൻ പുരട്ടി ആ മസാലയൊക്കെ അതിൻ്റെ പുറത്താക്കി വെച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാൻ വെക്കാം. അങ്ങനെ 5-10 മിനിറ്റിന് ശേഷം നമുക്കൊരു പാൻ ചൂടാക്കാൻ വെച്ച് പിന്നെ അതിലേക്ക് ഇത് വറുക്കാൻ ആവശ്യമുള്ള കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചതിന് ശേഷം 5 ചെമ്മീൻ കുട്ടന്മാരെയും കൂടി നമുക്ക് നിരത്തി പൊരിക്കാം. അപ്പോൾ 2-3 മിനിറ്റ് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചതിന് ശേഷം ഫ്ലെയിം കുറച്ചിട്ടിട്ട് ഒരു സൈഡ് നമുക്ക് മൊരിച്ചെടുക്കാം. അങ്ങനെ ഒരു സൈഡ് മൊരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അവന്മാരെ ഒന്ന് അപ്പുറത്തേക്ക് മറിച്ചിടാം. 2 സൈഡ് മൊരിയണമല്ലോ. അങ്ങനെ ഞാൻ 2 സൈഡും തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് മൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് നേരം അതങ്ങനെ കിടന്ന് ആ സൈഡും കൂടി മൊരിയട്ടെ. ഇത് മൊരിയുമ്പോഴേക്കും വരുന്നൊരു സ്മെല്ലെന്ന് പറയുന്നത് നമുക്ക് ഭയങ്കരമായിട്ട് കൊതി വരും. അങ്ങനെ ഞാൻ 2 സൈഡും മൊരിച്ചെടുത്തിട്ടുണ്ട്. നല്ല അടിപ്പനായിട്ട് ക്രിസ്പി ആയിട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ചെമ്മീൻ ഗ്രിൽഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഗ്രില്ലില്ലാണ്ട് തന്നെ നമുക്ക് ഗ്രിൽഡ് ഉണ്ടാക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ടാറ്റാ.